രക്തം പുരണ്ട റോസാപ്പൂക്കൾ. അധ്യായം 1. ഇരുളിലെ നിഴൽ. കൊച്ചി നഗരം അർദ്ധരാത്രിയുടെ നിശബ്ദതയിലേക്ക് വഴുതി വീണിരുന്നു. പെയ്തു തോർന്ന കർക്കിടക മഴയുടെ നനവ് റോഡുകളിൽ ബാക്കിയുണ്ട്. നഗരത്തിലെ തെരുവു വിളക്കുകൾ മഞ്ഞ വെളിച്ചം പായിക്കുമ്പോൾ മെട്രോ തൂണുകൾക്കിടയിലെ ഇരുളിന് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ കറുത്ത ഗ്ലാസുകളിട്ട ഒരു ആഡംബര റേഞ്ച് റോവർ കാർ നിശബ്ദമായി നീങ്ങിക്കൊണ്ടിരുന്നു. കാറിനുള്ളിലെ തണുപ്പിൽ പിൻസീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു ആര്യൻ. അവന്റെ വലതുകൈയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റിന്റെ ചുവന്ന വെട്ടം മാത്രം ആ ഇരുട്ടിൽ തിളങ്ങുന്നു. ആര്യൻ ഈ നഗരത്തിന്റെ അധോലോകം അടക്കി വാഴുന്ന പേര്. 30കളിലെത്തിയ ആ യുവാവിന്റെ മുഖത്ത് ഒരുതരം നിർവികാരതയുണ്ട്. കറുത്ത ഷർട്ടും പാന്റും ധരിച്ച് പരുക്കൻ താടിയും തീക്ഷ്ണമായ കണ്ണുകളുമുള്ള അവൻ ആരെയും ഭയപ്പെടുത്തില്ല. പക്ഷേ അവനെ അറിയുന്നവർക്ക് അവൻ മരണത്തിന്റെ ദൂതനായിരുന്നു. സാറേ, പണി കഴിഞ്ഞു, സഞ്ജയ് വിളിച്ചിരുന്നു. വണ്ടി ഓടിച്ചിരുന്ന വിശ്വസ്തനായ ഡ്രൈവർ പ്രകാശ് മെല്ലെ പറഞ്ഞു. ആര്യൻ ഒന്നും മിണ്ടിയില്ല. സഞ്ജയ് അവന്റെ വലങ്കൈയാണ്. ഈ നഗരത്തിലെ തുറമുഖം വഴിയുള്ള ഇടപാടുകൾ നിയന്ത്രിക്കുന്നത് അവനാണ്. ഒരു വലിയ കച്ചവടം വിജയകരമായി പൂർത്തിയാക്കി എന്ന സന്ദേശമാണ് പ്രകാശ് നൽകിയത്. പക്ഷേ ആര്യന്റെ മനസ്സ് ഇന്ന് ശാന്തമായിരുന്നില്ല. അധികാരത്തിന്റെ ഈ ഉച്ചിയിൽ നിൽക്കുമ്പോഴും വല്ലാത്തൊരു ശൂന്യത അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കാർ തൈക്കൂടം പാലം കടക്കുമ്പോൾ പെട്ടെന്ന് ആര്യന്റെ കണ്ണുകൾ റോഡിന്റെ അരികിലേക്ക് പോയി. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ആ വിജനമായ റോഡരികിൽ ഒരു പെൺകുട്ടി തനിച്ചു നിൽക്കുന്നു. നീല നിറത്തിലുള്ള ഒരു സാധാരണ ചുരിദാറാണ് അവൾ ധരിച്ചിരുന്നത്. തലയിലൂടെ ഇട്ട ഷാൾ നനഞ്ഞൊട്ടിയിരിക്കുന്നു. അവളുടെ കയ്യിൽ ഒരു പഴയ കുടയുണ്ടായിരുന്നുവെങ്കിലും കാറ്റിൽ അത് മടങ്ങിപ്പോയിരുന്നു. ആര്യൻ തന്റെ വാച്ചിലേക്ക് നോക്കി. സമയം പുലർച്ചെ 2 മണി. ഈ നേരത്ത് ഒരു പെൺകുട്ടി ഇവിടെ തനിച്ചു നിൽക്കുന്നത് അസാധാരണമാണ്. അവളുടെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു നിസ്സഹായതയായിരുന്നു. വണ്ടി നിർത്തൂ, ആര്യന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കാറിനുള്ളിൽ മുഴങ്ങി. പ്രകാശ് അത്ഭുതത്തോടെ വണ്ടി ബ്രേക്ക് ചെയ്തു. ആര്യൻ സാധാരണയായി അപരിചിതർക്കായി വണ്ടി നിർത്താറില്ല. കാറിന്റെ ഗ്ലാസ് മെല്ലെ താഴ്ന്നു. ആ തണുത്ത കാറ്റും മഴയുടെ മണവും കാറിനുള്ളിലേക്ക് ഇരച്ചു കയറി. ആര്യൻ അവളെ നോക്കി. വെളുത്ത നിറമുള്ള തിളക്കമുള്ള കണ്ണുകളുള്ള ഒരു പെൺകുട്ടി. കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ ആര്യനെ പേടിയോടെ നോക്കി. ഇരുട്ടിൽ തിളങ്ങുന്ന ആ കാറും അതിനുള്ളിലിരിക്കുന്ന ഗാംഭീര്യമുള്ള ആ രൂപവും അവളെ പരിഭ്രമിപ്പിച്ചു. എന്താ ഇവിടെ നിൽക്കുന്നത്? ആര്യൻ ചോദിച്ചു. അവന്റെ ശബ്ദത്തിൽ അധികാരം കലർന്ന ഒരു കരുതലുണ്ടായിരുന്നു. അവൾ ഒന്ന് വിറച്ചു. ബസ്. അവസാനത്തെ ബസ്സും പോയി. ടാക്സി കിട്ടുന്നില്ല, ഫോണിൽ ചാർജുമില്ല, അവൾ വിക്കി പറഞ്ഞു. എങ്ങോട്ടാണ് പോകേണ്ടത്? വൈറ്റില, ഗോൾഡ് സൗക്കിന് അടുത്തുള്ള ഹോസ്റ്റലിലേക്ക്. ആര്യൻ ഒരു നിമിഷം ആലോചിച്ചു. സാധാരണക്കാരോട് ഇടപെടാൻ അവന് താല്പര്യമില്ല. പക്ഷേ ഈ മഴയത്ത് അവളെ അവിടെ ഉപേക്ഷിക്കാൻ അവന്റെ ഉള്ളിലെ ഏതോ ഒരു നന്മ അവനെ അനുവദിച്ചില്ല. കയറൂ, ഞാൻ വിടാം, അവൻ പറഞ്ഞു. അവൾ ഒന്ന് മടിച്ചു. നഗരത്തിലെ ഏറ്റവും വലിയ ക്രിമിനലാണ് തനിക്ക് ലിഫ്റ്റ് തരുന്നതെന്ന് മീര അറിഞ്ഞിരുന്നില്ല. അവൾ പതുക്കെ ഡോർ തുറന്ന് മുൻസീറ്റിൽ പ്രകാശിന്റെ അരികിൽ കയറാൻ നോക്കി. പുറകിൽ കയറൂ, ആര്യൻ പറഞ്ഞു. അവൾ പേടിയോടെ ആര്യന്റെ തൊട്ടടുത്ത് ഇരുന്നു. കാറിനുള്ളിലെ നിശബ്ദത അസ്വസ്ഥതയുണ്ടാക്കുന്നതായിരുന്നു. ആഡംബരമായ ആ ഇന്റീരിയറും വില കൂടിയ പെർഫ്യൂമിന്റെ മണവും അവളെ വല്ലാതെ ഞെരുക്കി. അവൾ സീറ്റിന്റെ അറ്റത്ത് ഒതുങ്ങിയിരുന്നു. യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ആര്യൻ വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. മിനിറ്റുകൾ കടന്നുപോയി. ഇടയ്ക്ക് അവൻ അവളെ കണ്ണിന്റെ കോണിലൂടെ നിരീക്ഷിച്ചു. അവൾ കൈകൾ കൂട്ടിപ്പിടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. തണുക്കുന്നുണ്ടോ? ആര്യൻ ചോദിച്ചു. ഇല്ല, അവൾ പെട്ടെന്ന് മറുപടി നൽകി. ആര്യൻ പ്രകാശിനോട് AC ഓഫ് ചെയ്യാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് ഒരു ടിഷ്യൂ ബോക്സ് നീട്ടി. മുഖം തുടയ്ക്കൂ, നനഞ്ഞിരിക്കുകയാണ്. അവൾ അത് വാങ്ങി. നന്ദി. പേരെന്താ? ആര്യൻ ചോദിച്ചു. മീര. ഞാൻ മെഡിക്കൽ ട്രസ്റ്റി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കുകയാണ്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ വൈകി. മീര. ആ പേര് ആര്യന്റെ മനസ്സിൽ ഒരു നേർത്ത കമ്പനമുണ്ടാക്കി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അവൻ ഒരു സ്ത്രീയുമായി ഇത്രയധികം സംസാരിക്കുന്നത്. തന്റെ ലോകത്ത് സ്ത്രീകൾ വെറുമൊരു ഉപഭോഗവസ്തുവോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ചാരന്മാരോ മാത്രമായിരുന്നു. പക്ഷേ മീര, അവളുടെ സംസാരത്തിലും ഭാവത്തിലും ഒരു നിഷ്കളങ്കതയുണ്ട്. പെട്ടെന്ന് ആര്യന്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ ഫോൺ എടുത്തു. മറുവശത്ത് സഞ്ജയ് ആയിരുന്നു. അവന്റെ ശബ്ദം കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഭായ്, ഷെരീഫിന്റെ ആൾക്കാർ നമ്മുടെ വടക്കേ ഗോഡൌൺ വളഞ്ഞു. വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉടനെ അവിടെ എത്തണം. ആര്യന്റെ മുഖം ഒരു നിമിഷം കൊണ്ട് മാറി. അവന്റെ ശാന്തമായ കണ്ണുകളിൽ ഇപ്പോൾ ക്രോധം ജ്വലിച്ചു. അവൻ ഫോൺ കട്ട് ചെയ്ത് പ്രകാശിനെ നോക്കി. വേഗത കൂട്ടൂ, ആദ്യം ഇവളെ ഇറക്കൂ, എന്നിട്ട് നേരെ ഗോഡൌണിലേക്ക് ആര്യൻ ആജ്ഞാപിച്ചു. കാർ അതിവേഗത്തിൽ പായാൻ തുടങ്ങി. മീര ഭയത്തോടെ ഡോർ ഹാൻഡിലിൽ പിടിച്ചു.
ആര്യന്റെ ശരീരഭാഷ മാറിയത് അവൾ ശ്രദ്ധിച്ചു. അവൻ ഇപ്പോൾ ഒരു കരുണയുള്ള അപരിചിതനല്ല, മറിച്ച് ഒരു വേട്ടക്കാരനെ പോലെ തോന്നിപ്പിച്ചു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മീര പതുക്കെ ചോദിച്ചു. ആര്യൻ അവളെ നോക്കിയില്ല. ഒന്നുമില്ല, നീ പേടിക്കണ്ട. കാർ ഗോൾഡ് സൗക്കിന് മുന്നിലെത്തി നിന്നു. മീര പതുക്കെ ഇറങ്ങി. അവൾ നന്ദി പറയാൻ തുടങ്ങുമ്പോഴേക്കും ആര്യൻ തന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ വിസിറ്റിംഗ് കാർഡ് പുറത്തെടുത്തു അവൾക്ക് നൽകി. അതിൽ പേരോ അഡ്രസ്സോ ഉണ്ടായിരുന്നില്ല. ഒരു സ്വർണ്ണ നിറത്തിലുള്ള സിംഹത്തിന്റെ ലോഗോയും ഒരു ഫോൺ നമ്പറും മാത്രം. എന്തെങ്കിലും അപകടം തോന്നിയാൽ ഈ നമ്പറിൽ വിളിക്കണം. ഏത് സമയത്തും, ആര്യൻ പറഞ്ഞു. മീര അത് വാങ്ങി തലയാട്ടി. അവൾ നടന്നു നീങ്ങുന്നതും നോക്കി നിൽക്കാതെ ആര്യന്റെ കാർ ടയറുകൾ കരിയിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു. തന്റെ ജീവിതം ഇനിയൊരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് മീര അറിഞ്ഞില്ല. ആ കാർഡ് അവൾ തന്റെ ബാഗിന്റെ ഏറ്റവും സുരക്ഷിതമായ കോണിലേക്ക് വെച്ചു. ആര്യന്റെ കാർ ദൂരെ അപ്രത്യക്ഷമായപ്പോൾ മീര ആ വിജനമായ റോഡിൽ തനിച്ചായി. പെയ്തൊഴിഞ്ഞ മഴയ്ക്ക് ശേഷം നഗരം വീണ്ടും നിശബ്ദമായി. പക്ഷേ അവളുടെ ഉള്ളിൽ ആ അപരിചിതന്റെ കണ്ണുകൾ ബാക്കിവെച്ച തീക്ഷ്ണത മായാതെ നിന്നു. ആ രാത്രി വൈറ്റിലയിലെ റോഡുകളിൽ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങി. ആര്യൻ തന്റെ ലോകത്തേക്ക് തിരികെ പോയിരുന്നു, ചോരയുടെയും തോക്കുകളുടെയും ലോകത്തേക്ക്. പക്ഷേ ആ കറുത്ത കാറിനുള്ളിലെ ആ തണുത്ത സീറ്റിൽ മീരയുടെ ചുരിദാറിൽ നിന്നും ഉതിർന്ന ഒരു മഴത്തുള്ളി ബാക്കിയുണ്ടായിരുന്നു. ആര്യന്റെ ജീവിതത്തിൽ പെയ്യാൻ പോകുന്ന വലിയൊരു പ്രണയമഴയുടെ ആദ്യത്തെ തുള്ളിയായിരുന്നു അത്.